നമ്മുടെ സൊസൈറ്റിയിൽ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കുട്ടികളുടെ ഡ്രഗ് യൂസ്. അപ്പം അതിൽ അവർക്കുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ പാരൻസ് വളരെ വറീഡാണ്, ടീച്ചേഴ്സ് വറീഡാണ് അല്ലേ. അവരുടെ സൊസൈറ്റി, നമ്മളുടെ ഒരു ഫ്യൂച്ചർ ജനറേഷൻ തന്നെ ഒരു എറ്റ് റിസ്കിലുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തൊക്കെ നമുക്കതിന് വേണ്ടിയിട്ട് ചെയ്യാം, ഇതൊക്കെ വളരെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും കോമൺ ആവാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പല സോഷ്യൽ മീഡിയ കണ്ടൻസും ഇതിനെ വളരെ നോർമലൈസ് ചെയ്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ അതൊരു ഗ്ലാമറസ് ആയിട്ടുള്ള കാര്യമായിട്ട് കാണിക്കുന്ന പല കണ്ടൻസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇത് ഭയങ്കര കോമൺ ആണല്ലോ. മാത്രമല്ല, കൂടുതൽ ആക്സെപ്റ്റബിലിറ്റി ഇങ്ങനെ ഒരു കാര്യം വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കൂടുതൽ ആക്സെപ്റ്റബിലിറ്റി കിട്ടുന്നു. മാത്രമല്ല, ഇത്തരം കണ്ടൻസ് കൂടുതൽ റിസ്ക് എടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ഇതിന് ഭയങ്കര സ്ട്രെസ് റിലീഫ് കിട്ടുന്നു, ഭയങ്കര ഫണ്ണാണ്, അങ്ങനെ അതിലൊക്കെ എപ്പോഴും കുട്ടികൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവാനൊരു സാധ്യത കൂടുതലാണ്. പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് കിട്ടാനുള്ള എളുപ്പവഴിയാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഇതിൻ്റെ നെറ്റ്വർക്ക്, ഈ ഡ്രഗ് മാഫിയയുടെ നെറ്റ്വർക്ക് വളരെ കൂടി. ഇതിൻ്റെ ആക്സസിബിലിറ്റി, ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജിലൂടെ വെറുതെ ഒരു സിമ്പിൾ പാസ് ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് സാധനം നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ അത്രയും ഈസിലി ആക്സസിബിൾ ആയി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതേസമയം അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടാവില്ല. അവർക്ക് യാതൊരു എഡ്യൂക്കേഷനും ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അപ്പോൾ താൽക്കാലികമായിട്ട് ഇവർക്ക് വളരെ റിലീഫൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇവരെ ഒരു മാനസിക രോഗിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസ് എന്നുള്ളത് പലപ്പോഴും അവർ അറിയുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രഗ്സിൻ്റെ യൂസ് അത് എത്രമാത്രം സൊസൈറ്റിക്കും അവരുടെ വീട്ടുകാർക്കും അവരുടെ ഫ്യൂച്ചറിനും എത്ര ഹാംഫുൾ ആണെന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും ഈ കുട്ടികൾക്കില്ല. അപ്പോൾ ഇതിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രഗ് യൂസസിനെ കുറിച്ചും എന്തൊക്കെ ഡ്രഗ്സ് അവൈലബിൾ ആണ്, ഏതൊക്കെ രീതിയിൽ ആളുകൾ വന്ന് നമ്മളോട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും, പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും, ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും കുട്ടികളെ അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു പ്രായമാകുമ്പോഴേക്കും നമ്മളിത് പറഞ്ഞു പഠിപ്പിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, എസ്പെഷ്യലി അഡോളസൻ്റ് ഏജിലൊക്കെ. അതായത് ചിലപ്പോൾ തെറ്റായ കാര്യമാണെന്ന് അവർക്ക് അറിയാമെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട് വന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്ന് ആ സർക്കിളിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാതെ തന്നെ യൂസ് ചെയ്യാനുള്ളൊരു ടെംപ്റ്റേഷൻ വളരെ കൂടുതലാണ്. അതായത് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ്, കോൺഫിഡൻസ്, അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് അയാൾ പറയുന്ന പോലെ ചെയ്യുന്നതല്ല ശരിയായിട്ടുള്ള കാര്യം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി വേണം. അതിലൂടെ നമുക്ക് കൂടുതൽ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവുകയും അത് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ അവരെ ബൂസ്റ്റ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്കൊരു സേഫ് സ്പേസ് കൊടുക്കുക എന്നുള്ളത്. അവർക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, ഇമോഷണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് ഇതൊന്നും പലപ്പോഴും ആരോടും വന്ന് പറയാനൊരു സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എളുപ്പ വഴിയായിട്ട് കാണുന്നൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഡ്രഗ് യൂസ്. അവരുടെ ഫ്രണ്ട്സ് വന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇത് യൂസ് ചെയ്താൽ മതി, ഇതിൻ്റെ അത്ര പ്രശ്നങ്ങളൊക്കെ ശരിയാവും എന്നുള്ളത്. അതിന് പകരം അതിലേക്ക് അവർ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, അവർക്കൊരു സ്പേസ്, അവരുടെ എല്ലാ ഇമോഷൻസും വന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കുക. അവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർക്ക് എന്തും തുറന്ന് പറയാൻ തോന്നുന്ന ഒരു ഫ്രീഡം അവർക്ക് നമ്മളിൽ ഉണ്ടാവണം.